ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ കിർഗിസ്ഥാനിലെ ഡേ 3 ആണ്. രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ബിഷ്കേക്കിൽ നിന്നും യാത്ര തുടങ്ങുകയാണ്. കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ നിന്നും ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് സിൽക്കി റിസോർട്ട്, അതുപോലെ സുപ്പാര ചുങ്കുർചാക്ക്, ഇത്തരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നോർമലി ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടൂർ ഗൈഡ് ഒന്നും ചൂസ് ചെയ്യാറില്ല. ഞങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും റെൻറ്റിന് കാർ എടുത്തിട്ട് ഓരോ സ്പോട്ടും കാര്യങ്ങളും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇങ്ങോട്ട് കിർഗിസ്ഥാനിലോട്ട് വന്ന സമയത്ത് നേരെ തിരിച്ചായിരുന്നു. ഇവിടുത്തെ ഭാഷാ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലെ ആളുകളാണ് ഞങ്ങൾക്ക് ഈ ഒരു ഡ്രൈവർ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ രാവിലെ വരുന്നു, ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ, കിർഗിസ്ഥാനിലെ സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നു. നൈറ്റിൽ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു കിർഗിസ്ഥാനിലെ യാത്ര ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഡേ 3 ഞങ്ങൾ പോകുന്നത് സുപ്പാര ചുങ്കുർചാക്കിലാണ്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കിർഗിസ്ഥാനിലെ. അപ്പം ഞങ്ങൾ ഇന്ന് താമസിക്കുന്നതും കിർഗിസ്ഥാനിലെ ഈ ഒരു സുപ്പാര ചുങ്കുർചാക്കിലെ സ്ഥലത്താണ്. ഞങ്ങൾ നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിൽക്കുന്നത്. നല്ല മഞ്ഞിൽ നല്ല രസമുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളിന്ന് നൈറ്റിൽ നിൽക്കുന്നത്. ലാസ്റ്റ് ഡേയിലും ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ റിച്ചിൽ നിന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ റിട്ടേൺ മനാമ എയർപോർട്ടും അബുദാബിയിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിർഗിസ്ഥാനിലെ വ്ളോഗ്സിൻ്റെ വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള വെൽ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അത്തരത്തിലുള്ള വീഡിയോ ആ ഒരു സ്പോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഇൻഷാ അല്ലാ എൻ്റെ അടുത്ത യാത്ര വീഡിയോയിൽ അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി പേരുടെ സംശയമാവും, കിർഗിസ്ഥാനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര എക്സ്പെൻസ് ആവും, ഇത്തരത്തിലുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കിർഗിസ്ഥാനിലെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സിൽക്കി റിസോർട്ട്. ഇവിടെ നല്ല സ്കീയിങ്, സ്നോ ബോർഡിങ്, ഇത്തരത്തിലുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെൻ്റൽ ഷോപ്പ് ഉണ്ട്. അതിനുവേണ്ടി ഒത്തിരി പേര് ലൈനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവരെന്നെ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ പോകുന്നത് കുറച്ച് മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒത്തിരി പേര് ഇവിടുന്ന് റെൻ്റൽ ഷോപ്പിൽ നിന്നും അവർക്ക് ആക്ടിവിറ്റീസിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ മക്കളെയും കൊണ്ട് ഈ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മുകളിലോട്ട് കയറി പോകണം. മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റെപ്പായിട്ട് അവരവരോരോ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. എല്ലായിടത്തും സ്നോ ആയതുകൊണ്ട് തന്നെ അവരവരോ സ്നോയിലും കാര്യങ്ങളൊക്കെ കളിച്ച് മെല്ലെ മെല്ലെ മുകളിലോട്ട് എത്തുള്ളൂ. ഇനി അങ്ങനെ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എന്നല്ലാണ്ട് ബാക്കിയൊക്കെ അവരുടെ ലാംഗ്വേജാണ്. എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് അവിടുന്ന് ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു. വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും കുറേ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ടുണ്ട്. അതെല്ലാം കുറേ ഭാഗങ്ങൾ ഇതുപോലെ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു മെയിൻ ഇതിൻ്റെ സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കീയിങ്ങും അത്രയും നല്ല സ്ലോപ്പായിട്ടുള്ള ഒരു സ്കീയിങ്ങിനും സ്നോ ബോർഡിങ്ങിനും പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്. മക്കളെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിസ്ക്കോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അത്രയും സ്നോ ആയിട്ടുള്ള ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ മഞ്ഞിൽ കുറേ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ലഞ്ചിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഹോഴ്സ് മീറ്റും കാര്യങ്ങളും കിട്ടും സുപ്പാര ചുങ്കുർചാക്കിൽ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആ ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ അപ്പോഴേക്കും മക്കൾ 2 ദിവസം മഞ്ഞിൽ തണുപ്പായിട്ട് കരഞ്ഞ മക്കൾ ഫുള്ളും മഞ്ഞിൽ മൂടി കളിക്കുന്ന രീതിയിലോട്ട് എത്തിയിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ പോകുന്നത് സുപ്പാരയിലോട്ടാണ്. അവിടുന്ന് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, സുപ്പാര ചുങ്കുർചാക്ക്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് നല്ല ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വ്യൂവും കാണാൻ നല്ല രസമാട്ടോ. നല്ല രസമുള്ള ബാക്ക്ഗ്രൗണ്ടും മഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, മഞ്ഞൊക്കെ ഇങ്ങനെ എന്താ പറയുക ഐസായിട്ട് നിൽക്കുന്നുണ്ട്. ഈ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ഒക്കെ കാണുന്ന വഴികളൊക്കെ നല്ല രസമുള്ള വഴികളായിരുന്നു.
ഒരു തടാകം പോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഈ ഒരു വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ മക്കൾക്ക് ഈ ഒരു കാണുന്നതാണ്, ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട്, ഇതിൻ്റെ ഉള്ളിലെ വർക്കും കാര്യങ്ങളൊക്കെ കാണാനും നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നല്ല മീറ്റും കാര്യങ്ങളും അതിൽ നല്ല പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചട്നി, അതുപോലെ സോയ സോസ്, ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് മീറ്റ് വല്ലാണ്ട് ഇഷ്ടമായില്ല. ഞാൻ കൂടുതൽ പൊട്ടാറ്റോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നതും നല്ലൊരു എന്താ പറയുക, നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല സെറ്റായിട്ടുള്ളൊരു ലൊക്കേഷനിലായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം മഞ്ഞും മലകളും മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങളുടെ കിർഗിസ്ഥാനിലെ ഡേ 3 ഇവിടെ തീരുകയാണ്. ഇനി ഞങ്ങളുടെ ഡേ 4ഉം കൂടെ കിർഗിസ്ഥാനിലുള്ളൂ. ഡേ 4ൽ അത്യാവശ്യം നല്ല ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല മോർണിംഗ് വ്യൂ, അതുപോലെ ബിൽഡിങ്സ്, നല്ല കളർഫുൾ ബസ്സസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം പോകാനായി എന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് അബുദാബിയിലോട്ട് റിട്ടേൺ അടിക്കുകയാണ്. അങ്ങനെ കിർഗിസ്ഥാനിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനിയുള്ള യാത്ര ഞങ്ങൾ ബിഷ്കെക് സിറ്റി ടു ഞങ്ങൾ മനാമ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിർഗിസ്ഥാനിലെ ലാസ്റ്റ് വീഡിയോ ആണ് വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ. അതിനിടയിൽ നമ്മുടെ ഡ്രൈവർ കുറേ വിശേഷങ്ങൾ, കിർഗിസ്ഥാനിലെ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കുറേ പോയ സ്ഥലങ്ങളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവർക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എയർപോർട്ട് എത്താനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിലെത്തി. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഒരാൾ സ്കേറ്റ് ഷൂടെ കാര്യങ്ങൾ ഇട്ടതുകൊണ്ട് അവൻ്റെ വഴിയിൽ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഒരാളാണെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അവന് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തായാലും മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ കുസൃതികളും തല്ലും എല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഒരു തണുപ്പിൻ്റെ വിഷയം മാത്രമാണ്. പക്ഷേ അതൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു, പോകാനൊരു ചെറിയ മടി ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് യാത്രകൾ എന്ന് പറയുന്നത് ഒരു കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ അബുദാബി എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി. അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.